ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു ടോപ്പിക്ക് എടുക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് നമ്മളിൽ കുറേ പേർക്കൊന്നും ഈ ഒരു ന്യൂ റൂള് ബാധകമാകുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പല ചാനലുകളിലും ഈവൻ ന്യൂസ് ചാനൽസിൽ വരെ ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതായിട്ട് കാണാനിടയായി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു 1 വീക്കിന് ശേഷം ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്താണ് ടോപ്പിക് എന്നുള്ളത് കത്തിയിട്ടുണ്ടാവും. എനിവേ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. മുമ്പൊക്കെ ഓസ്ട്രേലിയയിൽ ആർക്ക് വേണമെങ്കിലും വീട് വാങ്ങാനും പ്രോപ്പർട്ടീസ് വാങ്ങാനും അതായത് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു. എന്നാൽ 2025 ഏപ്രിൽ 1 മുതൽ ഇവിടുത്തെ ഗവൺമെന്റ് ഒരു പുതിയ റൂള് കൊണ്ടുവന്നേക്കുവാണ്. അതായത് ടെമ്പററി വിസയിലുള്ളവർക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ഹൗസ് അല്ലെങ്കിൽ ബിസിനസ് പേർപ്പസിനൊക്കെ വന്നിട്ട് ലാൻഡ് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഇതെങ്ങനെ ബാധകമാവും എന്നാണ് നമ്മളുടെ എനിക്ക് തോന്നുന്നില്ല 482 വിസയിലൊക്കെ വന്നിട്ട് 1 or 2 ഇയറിൽ വീട് വാങ്ങുന്ന മലയാളികൾ വളരെ കുറവായിരിക്കും. ഒന്നാമത്തെ കാര്യം അവർക്ക് ലോൺ സപ്പോർട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ വരുന്നത് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് ഒരിക്കലും അവർ ആ ഒരു സ്റ്റുഡന്റ് പീരീഡിൽ നിന്നുകൊണ്ട് വീട് വാങ്ങിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മലയാളി കമ്മ്യൂണിറ്റീന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഈ ഒരു ന്യൂസ് വളരെ വിചിത്രമായ രീതിയിലൊക്കെ സ്പ്രെഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി തരാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇതിന്റെ വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് ഇവിടെ വീട് വാങ്ങിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. നമുക്ക് എങ്ങനെയാണോ നമ്മളെപ്പോഴാണോ ഫിനാൻഷ്യലി സെറ്റ് ആവുന്നത് ആ ഒരു സമയത്ത് പഴയ രീതിയിൽ തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ബാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 2 വർഷത്തേക്കാണ്. അതായത് 2027 മാർച്ച് 1 വരെയാണ് ഈ ഒരു ടെമ്പററി വിസ ഹോൾഡേഴ്സിനുള്ള ബാൻ നിലനിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഇവർ റിവ്യൂ ചെയ്യും എന്ന് പറയുന്നുണ്ട്. മേ ബി ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. മെയിൻ ആയിട്ട് ഇത് എഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനീസ് കമ്മ്യൂണിറ്റീസിനെ ആണെന്നാണ് എനിക്ക് കുറെ ന്യൂസ് ഒക്കെ റിവ്യൂ ചെയ്തപ്പോൾ മനസ്സിലായത്. കാരണം ചൈനീസ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഇവിടെ വന്നിട്ട് ഇതുപോലെ വീടൊക്കെ വാങ്ങിച്ചു അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിച്ചിട്ട് അത് മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, റെന്റിന് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള സിറ്റിസൺസിന് അല്ലെങ്കിൽ ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസിന് വീട് വാങ്ങിക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം പ്രോപ്പർട്ടിയുടെ ആ ഒരു മൂല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അതായത് സിഡ്നി ബേസ് ഒക്കെ ഒരു 70% വരെ കൂടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ലാസ്റ്റ് ഒരു 5 ഇയേഴ്സിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ അത് ഇവിടെയുള്ള സിറ്റിസൺസ് അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസിനെ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബിക്കോസ് ഈ ഫോറിൻ ബയേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വർഷം ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള രീതിയിലും സംസാരങ്ങളുണ്ട്. ഞാൻ പല ബ്രിട്ടീഷ് ചാനൽസ് ഒക്കെ ഇംഗ്ലീഷ് ചാനൽസ് ഒക്കെ റെഫർ ചെയ്തു കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഇല്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ടെമ്പററി വിസയിൽ വന്നവർക്ക് 2 വർഷത്തിനുള്ളിൽ വീട് വാങ്ങിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആരും തന്നെ അതിന് മെനക്കെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഒരു പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഒക്കെ സെക്യൂർ ചെയ്യാനായിട്ടല്ലേ നോക്കുള്ളൂ. എന്നാൽ PR വിസ ഉള്ളവർക്കോ സിറ്റിസൺസിനോ വാങ്ങിക്കാനായിട്ട് യാതൊരു തടസ്സങ്ങളും ഇല്ല. അതേപോലെ തന്നെ ടെമ്പററി റെസിഡൻസിന് വാങ്ങിക്കണമെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ഹൗസ് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. എസ്റ്റാബ്ലിഷ്ഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി പണിയൊക്കെ തീർന്ന് അവിടെ ആരെങ്കിലും ഒക്കെ താമസിച്ച് അല്ലെങ്കിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പഴയ വീടെന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം വാങ്ങിക്കാനാണ് നമുക്ക് പറ്റാത്തത്. കാരണം അതിന് കുറച്ച് വില ചിലപ്പം കുറവായിരിക്കും. കാരണം അത് ഓൾറെഡി യൂസ്ഡ് ഹൗസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുന്നത്. നേരെ മറിച്ച് അവർക്ക് പുതിയ പ്രോപ്പർട്ടി അതായത് പുതിയ വീട് വാങ്ങിക്കാനായിട്ട് പറ്റും. അതിനകത്ത് ഇപ്പോഴും ഒരു ബാൻ ഇല്ല. പോപ്പുലേഷൻ കൂടുതലും പ്രോപ്പർട്ടി കുറവുമായിട്ടുള്ള ഒരു കണ്ടീഷൻ ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കാരണം മൈഗ്രൻസ് ഒരുപാടുള്ള ഒരു രാജ്യമാണ്. ഇത് വലിയൊരു രാജ്യമാണ്, ഒരുപാട് സ്ഥലങ്ങൾ കിടപ്പുണ്ട്. എങ്കിലും ഇവിടെ ഇനിയും ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു റീസൺ ആയിരിക്കും, അതായത് പോപ്പുലേഷൻ കൂടുന്നതും പ്രോപ്പർട്ടിയുടെ ഷോർട്ടേജും കൊണ്ടായിരിക്കും ഇതുപോലെ പെർമനന്റ് റെസിഡൻസിന് അല്ലെങ്കിൽ സിറ്റിസൺസിന് വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ
കൂടിക്കൊണ്ടിരിക്കുന്ന റെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കുന്നത്. അപ്പം ഇത് നമ്മളെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇത് ബാധിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിവിടെ ഒരുപാട് ഇതൊക്കെ നോക്കിയതിൽ നിന്നും എനിക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മളെ ഇത് അധികം ബാധിക്കത്തില്ല എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരു 1-2 പേര് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, അപ്പൊ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ വാങ്ങിക്കാൻ പറ്റത്തില്ലേ, കാരണം ഈ ഒരു നിയമം ഇങ്ങനെ നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയുള്ള കമന്റ്സ് കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ പെർമനന്റ് റെസിഡൻസിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബാനും കാര്യങ്ങളും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനിയിപ്പം യൂറോപ്യൻ കൺട്രീസിലെല്ലാം തന്നെ നിയമങ്ങൾ ഇന്നുള്ള നിയമം അല്ല നാളെ ഉണ്ടാവുക, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അതനുസരിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും എന്നാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു കാര്യം ഓർത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നവർ ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും ആവാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. കാരണം എന്തായാലും മൈഗ്രൻസ് ഒരുപാടുള്ള അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒരുപാടുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു ബാൻ ഒരുപാട് നാളിൽ നിലനിർത്തുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഒരുപക്ഷെ ഇത് ഇലക്ഷനെ മുൻനിർത്തിയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. അതായത് ഇവിടുത്തെ സിറ്റിസൺസിന്റെ വോട്ട് പിടിക്കാനൊക്കെയുള്ള, നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ കണ്ണിപ്പൊടിയിടാൻ ഒക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു സംഭവം ആകാനും ചാൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചൊരു ടോപ്പിക്കാണ്, പക്ഷെ ഇന്ന് ഞാൻ വീണ്ടും ഒരു ചാനലിൽ ഇതുപോലെ വിദേശികൾക്ക് വിലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട്, അപ്പൊ അത് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കും. ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരാനായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് അതൊരു തെറ്റിദ്ധാരണ പരത്തും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ എന്നെ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.